ആപ്പിളിൻ്റെ ഐഫോൺ 8 പ്ലസ് ഈ ഒരു പ്ലസ് നെയിമിംഗ് വരുന്ന ഫോൺസിനകത്ത് വെച്ച് ഏറ്റവും അവസാനം ഇറങ്ങിയ ഫോൺ എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ ഈ 2021 ഇതുവരെ വന്ന ഐഫോൺസ് നോക്കാൻ നേരത്ത്. കാരണം വെച്ചാൽ അതിനുശേഷം ഒരു പ്ലസ് സൈസ് ഫോൺ വന്നില്ല, അതിന് വരെ മാക്സ് നെയിമിംഗ് വെച്ചുള്ള ഫോൺസാണ് വന്നത്. അത് ഈ പേര് വെച്ച് വന്നേക്കുന്ന ഈ 8 പ്ലസിന് ആ പേര് കറക്റ്റായിട്ട് മാച്ച് ആവുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല വലിയൊരു ഫോണാണ് ഈ 8 പ്ലസ് എന്ന് പറയുന്നത്. അത് അത്രയും വലിയൊരു ഫോണായിട്ട് പോലും ഈ ഫോണിന് വന്ന് നിന്നൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ വെറും 5.5 ഇഞ്ചസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വലിയ ബെസൽസ് ആണ് മുകളിലും താഴെയും വന്നേക്കുന്നത്. അത് മാത്രമല്ല ഇത്രയും വലിയ ബെസൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിനകത്ത് ഹോം ബട്ടൺ വരുന്നുണ്ടായിരുന്നു. അത് ഹോം ബട്ടൺ വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതും ഈ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതിപ്പോൾ നോക്കിയാൽ പോലും ഇത്രയും നല്ല ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും അൺലോക്ക് ആവുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൺലോക്കിംഗ് മെത്തേഡ് വേറെ ഫോൺസിലൊന്നുമില്ല. അപ്പോൾ അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഈ ഹോം ബട്ടൻ്റെ ഒരു ഗ്ലാസ് പോർഷനാണ്, അല്ലാതെ ഫിസിക്കൽ ഹോം ബട്ടൺ അല്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്കിപ്പോൾ എത്ര കാലം കഴിഞ്ഞാൽ പോലും ഈ ബട്ടൺ ചീത്തയാവുന്നുള്ള പേടി വേണ്ട. അതിപ്പോൾ ഇവിടെ കാണാനും പറ്റുന്നുണ്ട്, കാരണം ഈ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 4 വർഷം ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ഈ ബട്ടണിനകത്ത് അങ്ങനെ ഫംഗ്ഷനാലിറ്റിക്കകത്ത് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഇപ്പോഴും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഫോണിനകത്ത് ടാപ്റ്റിക് എഞ്ചിൻ ആണ് അതിൻ്റെ വൈബ്രേഷൻ സിസ്റ്റം. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് പോർഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഫ്രണ്ട് പോർഷനിലെ കാര്യങ്ങളും. അതിനകത്ത് ഈ ഫ്രണ്ട് പോർഷനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അന്ന് ഈ ഫോൺ ഇറങ്ങിയ സമയത്തും ആൾക്കാരെല്ലാവരും ഒരുപാട് മോശമായി പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഡിസ്പ്ലേക്കകത്ത് ഇത്രയും വലിയ ബെസൽസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ച് പറയുവാണെങ്കിൽ ഈ ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കാൻ നേരത്തെ ഒരു ചെറിയ ഡിസ്പ്ലേ ആയിട്ട് തോന്നും. പക്ഷേ എന്നാലും എനിക്ക് ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് പോലും ഈ 2021 ഉപയോഗിച്ചിട്ട് പോലും ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ചെറിയ ഡിസ്പ്ലേ ആയിട്ട് തോന്നിയില്ല. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇത് IPS LCD പാനലായിട്ട് പോലും ഇതിൻ്റെ ക്വാളിറ്റിക്കകത്ത് എനിക്ക് ഒരു ഇഷ്യൂസും പറയാനില്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി LCD പാനലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതും ഈ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p ആണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 401 ppi ആണ്. നമുക്ക് മാക്സ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് വരുന്നത് 625 nits ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു യൂസർ എക്സ്പീരിയൻസിനകത്ത് ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. വ്യൂയിങ് ആംഗിൾസിനകത്ത് ഇഷ്യൂസ് ഇല്ല, ബ്രൈറ്റ്നസ് ലെവലിനകത്ത് കംപ്ലയിൻ്റ് ഇല്ല. അതേ കണക്ക് തന്നെ നമുക്ക് കളേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് എടുത്തിരിക്കുന്ന കളേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് ഡിസ്പ്ലേനാണ് ഈ ഐഫോൺ 8 പ്ലസ് വന്നേക്കുന്നത്. അതും ഈ ഐഫോൺ 8 പ്ലസിനകത്ത് 3D ടച്ച് ഫീച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിൽ അതും നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസിനകത്ത് 3D ടച്ച് ഫീച്ചർ ഇല്ല. അപ്പോൾ അതിവിടെ ഈ ഐഫോൺ 8 പ്ലസിനകത്ത് ഒരു സ്ട്രോങ് പോയിൻ്റായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ട്രൂ ടോൺ സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയും അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വന്നേക്കുന്ന ഈ ഡ്യുവൽ സ്പീക്കർ സിസ്റ്റവും നമുക്ക് നല്ലൊരു മീഡിയ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമുക്ക് ഈ താഴത്തെ സ്പീക്കറും ഇയർ പീസും കൂടെ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ലൗഡ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തൊരു കാര്യത്തിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയില്ലായിരുന്നു. അത് ഞാൻ ഈ ഫോൺ പണ്ട് ഉപയോഗിച്ചപ്പോഴെങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് എനിക്ക് ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ചപ്പോഴും തോന്നിയത്. അതായത് നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഈ സ്പീക്കറും ഈ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2021 നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിൽ ഈ ഫോണിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും അതേ തന്നെ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റവും. അതിപ്പോൾ 2021 കാര്യമാണ് പറയുന്നത്. അത് ഞാൻ ഇവിടുത്തെ പ്രൈസിംഗ് ഒന്നും എടുത്ത് പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ആപ്പിൾ ഇപ്പോൾ ഒഫീഷ്യലി വിൽക്കുന്നൊരു ഫോണല്ല. അത് നമ്മൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 46,000 ഇതിൻ്റെ 120 GB സ്റ്റോറേജ് വേരിയൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രൈസിങ്ങിന് ഒരിക്കലും ഒരു ഫോൺ എടുക്കരുത്. കാരണം ആ ഒരു പ്രൈസിങ്ങിനകത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് iPhone 11 എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് iPhone 11 ആണ് ഇതിനെക്കാട്ടി ഒരുപാട് ബെറ്റർ ആയൊരു ഫോൺ. അപ്പോൾ അത് മാത്രമേ നോക്കാവൂ. അത് ഇവിടെ ഈ iPhone 8 പ്ലസിൻ്റെ കാര്യത്തിനകത്ത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് iPhone 8 പ്ലസ് മാത്രമേ നോക്കാവൂ. അതും അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 25,000 അല്ലെങ്കിൽ 30,000 റേഞ്ചിലൊക്കെ വരേണ്ട പ്രൈസിംഗ് ആയിരിക്കണം. അത് 25,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടേണ്ടത് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ബേസ് വേരിയൻറ്റിനകത്ത് 64 GB സ്റ്റോറേജ് മാത്രമേ കാണൂ. പക്ഷേ 64 GB സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെവിയായ ഗെയിംസോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. അതിനൊക്കെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമെങ്കിൽ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല തന്നെ 64 GB ഉപയോഗിക്കാൻ പറ്റും. അതും ആ ഒരു പ്രൈസിങ് ഈ ഒരു 25,000 പ്രൈസ് റേഞ്ചിലൊക്കെ മാത്രം കിട്ടിയാൽ മാത്രമേ ഈ iPhone 8 പ്ലസ് നല്ലൊരു ഓപ്ഷനായിട്ട് നിൽക്കുകയുള്ളൂ. അതും അങ്ങനെ എടുക്കാൻ നേരത്ത് സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ നേരത്ത് എപ്പോഴും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ആണ്. കാരണം ഒരു 2 വർഷത്തിന് മുകളിൽ ഉപയോഗിച്ചൊരു iPhone 8 പ്ലസ് ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒരുപാട് കുറയും. അത് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതൊന്നുമല്ല. ഐഫോൺ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കാൻ നേരത്തെ തിരക്കേടില്ലാത്ത ബാറ്ററി സൈസാണ്. 2691 mAh ആണ് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് എൻ്റെ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ ബാറ്ററി ഹെൽത്ത് നല്ല മോശമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് മോശമായിരുന്നു. പക്ഷേ നമുക്കൊരു 85% അല്ലെങ്കിൽ ഒരു 90% ബാറ്ററി ഹെൽത്തുള്ള ഒരു ഫോൺ കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നേരം നമുക്കൊരു 5 മണിക്കൂർ റേഞ്ച് അല്ലെങ്കിൽ ഒരു 5.5 മണിക്കൂർ റേഞ്ചിലൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എപ്പോഴും നല്ല ഓപ്ഷനായിട്ട് നിൽക്കും. ആ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിന്, അതായത് 25,000 പ്രൈസ് റേഞ്ചിനകത്ത് നല്ലൊരു ഓപ്ഷനായിട്ട് നിൽക്കും. ഈ ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജിങ് മെത്തേഡ് നോക്കാൻ നേരത്തെ നമുക്ക് ലൈറ്റ്നിങ് കേബിൾ വെച്ച് ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതോടെ കേബിൾ വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ 0 to 100% ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല ഇവിടെ വയർലെസ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയർലെസ് ചാർജർ പാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ചാർജിങ് മെത്തേഡിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ഹെൽത്തുള്ള ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പോൾ നോക്കിയാൽ. അത് ഈ ഫോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു 4 വർഷം പഴക്കമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1 വർഷം പഴക്കമുള്ള ഫോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ 90% അല്ലെങ്കിൽ ഒരു 88% ഒക്കെ ബാറ്ററി ഹെൽത്ത് വരാം. അതും അങ്ങനത്തെ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യത്തിൽ നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഫോണിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ്. ഇതൊരു 10 നാനോമീറ്റർ പ്രൊസറാണ്. ഇത് നല്ല പവർഫുൾ ഒരു പ്രൊസർ തന്നെയാണ്. ഇപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കൂടെ വന്നേക്കുന്ന റാം എന്ന് പറഞ്ഞാൽ 3GB ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 64GB 128GB അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ആയിരുന്നു. അത് നമുക്കിവിടെ ഈ റാം 3GB ആവുന്ന നേരത്ത് നമുക്കൊരു പേടി വരും ചിലപ്പോൾ റാം മാനേജ്മെൻറ്റ് മോശമാണോ എന്ന്. പക്ഷേ iOS-നകത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഇവിടെ ഇപ്പോൾ iOS 14 ആണുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് OS അതാണ്. അത് ആ ഒരു അപ്ഡേറ്റിനകത്ത് പോലും റാം മാനേജ്മെൻറ്റിനകത്ത് ഒരു 6 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് നോക്കാൻ തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ബ്രൗസിങ്ങും അല്ലെങ്കിൽ നെറ്റ് ബ്രൗസിംഗ് ഒക്കെ ആണെങ്കിൽ അതിനകത്തൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിനകത്ത് പോലും ഫോൺ ഒരുപാട് ചൂടാവത്തുമില്ല. അതാണ് ഗെയിം പ്ലേക്കകത്ത് ഒരു പ്രശ്നമില്ല, അതിന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ലാഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഗെയിം പ്ലേക്കകത്ത്. ചില സമയത്ത് ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട് ഒരുപാട് ഗ്രാഫിക്സ് കൂടിയ സ്ഥലത്ത്. പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും കാണുന്നില്ല. അത് നമുക്ക് ഗെയിം പ്ലേക്കകത്ത് വേറെ മോശമായ രീതിയിലൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ 2021 പോലും ഈ ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വലിയൊരു സ്ട്രോങ് പോയിന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഫോൺസിനൊപ്പം തന്നെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസിനെക്കാട്ടൊക്കെ മികച്ച് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ iPhone 8 Plus എന്ന് പറയുന്നത്. അതൊരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കേണ്ടത് ഒരു 30,000 റേഞ്ചിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ 30,000 പ്രൈസ് റേഞ്ച് പറയാൻ നേരത്ത് iPhone SE 2 എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആയിട്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ iPhone SE 2-നാണ് പെർഫോമൻസ് കുറച്ചുകൂടെ കൂടുതൽ. പക്ഷേ എന്നാലും അതിനൊപ്പം തന്നെ വരും നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യാൻ നേരത്ത്. ഈ ഗ്രാഫിക്സ് കൂടിയ സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി എന്തായാലും ഒരു 2 വർഷം കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് ഈ iPhone 8 Plus. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കാൻ നേരത്ത് ഈ iPhone 8 Plus എന്ന് പറയുന്നത് ഇനിയും 2 വർഷത്തേക്കും കൂടി ഔട്ട്ഡേറ്റഡ് ആവാൻ നിൽക്കേണ്ട ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയ കാര്യത്തിനകത്തെല്ലാം ഈ ഫോൺ നല്ലോണം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ ചെയ്യുന്ന അടുത്തൊരു കാര്യം കൂടെ അതിനാൽ ക്യാമറയാണ്. ഇവിടെ ബാക്കിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്. അത് ഇവിടുത്തെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 MP f1.8 ആപ്ചറുള്ള ക്യാമറയാണ്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതൊരു 12 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.8 ആണ്. അത് നമ്മളിവിടെ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിനകത്ത് നല്ല ലൈറ്റിങ്ങിൽ എടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ഷോട്ട്സാണ് ഇപ്പോഴും കിട്ടുന്നത്. അതായത് നമുക്കൊരു iPhone 11 കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഷോട്ട്സ് തന്നെയാണ് കിട്ടുന്നത്. കളറിനകത്തൊക്കെ നല്ല ഷാർപ്നെസ് ഉണ്ട്. അത് മാത്രമല്ല ഡീറ്റെയിൽസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഡൈനാമിക് റേഞ്ച് നോക്കിയാൽ തന്നെ നല്ല ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കാൻ നേരത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് നമ്മളിപ്പോൾ വില കൂടിയൊരു ഫോൺ ഇപ്പോഴത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോൺ എടുക്കുന്ന ഫോട്ടോസ് നല്ല ലൈറ്റിങ്ങിൽ എടുക്കുന്ന ഫോട്ടോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 2021 നോക്കിയാൽ പോലും. അതും ഇവിടുത്തെ ഈ ലൈറ്റിങ്ങിനകത്തുള്ള പ്രശ്നത്തിനകത്ത് നമുക്ക് ലൈറ്റിംഗ് കുറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൻ്റെ സ്റ്റോക്ക് ക്യാമറ ആപ്പിനകത്ത് നൈറ്റ് മോഡ് സപ്പോർട്ടില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഗ്രെയിൻസ് കൂടിയ ഫോട്ടോസ് ആകും. പക്ഷേ അതല്ല നമ്മളൊരു നോർമൽ ലൈറ്റിങ്ങിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഈ മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ടെലിഫോട്ടോ ക്യാമറ നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമുക്ക് സൂം ചെയ്തുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. 2x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നതിനകത്തും ലൈറ്റിംഗ് അത്യാവശ്യം നല്ലോണം വന്നാൽ മാത്രമേ അങ്ങനെ കിട്ടൂ. ലൈറ്റിംഗ് ഇച്ചിരി കുറഞ്ഞാൽ തന്നെ ഫോട്ടോസ് നല്ലോണം മോശമായി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ടെലിഫോട്ടോ ക്യാമറ കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്കിവിടെ 5 പോർട്രേറ്റ് ലൈറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ പോർട്രേറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. കുറച്ച് സൂം ചെയ്ത രീതിയിലാണ് വരുന്നത്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു iPhone 10 കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ് ഈ iPhone 8 Plus എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് അത് ക്യാമറ സിസ്റ്റത്തിനകത്ത് ഐഫോൺസിനകത്ത് എപ്പോഴും വരുന്നതാണ് അത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. ഇവിടെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4K 60 FPS ആണ്. അത് ആ ഒരു സെറ്റിംഗിലിട്ട് എടുത്താലോ അല്ലെങ്കിൽ 1080p 60 എടുത്താൽ പോലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് കിട്ടുന്നത്. ഇവിടെ എക്സ്റ്റൻഡ് ഡൈനാമിക് റേഞ്ച് ഒന്നും വീഡിയോക്കകത്ത് വരുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴായാൽ പോലും ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മെയിൻ വീഡിയോ ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഈ iPhone 8 Plus ക്യാമറ മാത്രം മതി. കാരണം വെച്ചാൽ ഇതെടുക്കുന്ന വീഡിയോസ് അത്രയും നല്ല സ്റ്റേബിൾ ആയത് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 7 MP f2.2 ആപ്പച്ചർ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെൻസാണ്. അത് ഈ ഒരു ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതൊന്നുമല്ല, പക്ഷേ തരക്കേടില്ലാത്ത സെൽഫീസ് തന്നെയാണ്. അത്യാവശ്യം ഷാർപ്നെസ് ഉണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1080p 30 FPS ആണ് സപ്പോർട്ട് വന്നേക്കുന്നത്. അത് ആ ഒരു സെറ്റിംഗിൽ എടുക്കാൻ നേരത്ത് നല്ല വീഡിയോസാണ് കിട്ടുന്നത്. അതായത് നമുക്ക് വ്ളോഗിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറയിലും വരുന്നുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചും വ്ളോഗിങ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ചാനലിൽ നമ്മൾ 2 വ്ളോഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് ഒരുപാട് ഷോട്ട്സ് എന്ന് പറയുന്നത് iPhone 8 പ്ലസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും iPhone 8 പ്ലസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോക്കിയാലും ഈ 8 പ്ലസിനകത്ത് കിട്ടുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതും ഫോട്ടോസ് എന്ന് പറയുന്നത് പോലും അത്യാവശ്യം നല്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2021 പോലും ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച തന്നെയാണ്. അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഒരു 30,000 പ്രൈസ് റേഞ്ച് നോക്കിയാൽ പോലും നല്ല ക്യാമറ സിസ്റ്റമാണ് ഈ iPhone 8 പ്ലസ് വന്നേക്കുന്നത്. പക്ഷേ ഇതോടുകൂടി iPhone 8 പ്ലസിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ തീരുവാണ്. അത് ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രോങ് പോയിൻ്റ് ആണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഇവിടെ ബാക്കിൽ ഗ്ലാസ് പോർഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ തറയെ വീണ ബാക്ക് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ഇട്ട് തന്നെ എപ്പോഴും ഉപയോഗിക്കണം. പിന്നെ സൈഡ് ഫ്രെയിം അലുമിനിയം ആണ്. അപ്പോൾ അത് നല്ല സ്ട്രോങ് പോയിന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ബിൽഡ് ക്വാളിറ്റിക്കകത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് ബട്ടൺസിനകത്തൊന്നും ഇഷ്യൂസ് ഇല്ല. കാരണം ഇവിടുത്തെ പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് പോർട്ടിനകത്ത് കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഗ്ലാസിനകത്ത് തന്നെ ഈ ഗ്ലാസ് നല്ലോണം സ്ക്രാച്ചോ നമ്മൾ കേസ് ഇട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, പക്ഷേ കേസ് ഇട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ ഇവിടുത്തെ കാര്യത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പം നോക്കിയിട്ട് പോലും ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പറയാം, എനിക്കിങ്ങനെ ഗ്ലാസ് ബിൽഡുള്ള ഫോൺ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വരാൻ നേരത്ത് അങ്ങനെ ബിൽഡ് ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഇവിടുത്തെ ഈ ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വലുതുമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ്, വലുതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് ഏറ്റവും വലുത്. തിക്നെസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുതാണ്. ഇവിടുത്തെ തിക്നെസ് നോക്കുവാണെങ്കിൽ 7.5 mm ഉള്ളൂ. അതായത് നമുക്ക് വളരെ കനം കുറഞ്ഞൊരു ഫോണാണ് ഈ iPhone 8 പ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ലെങ്ത്തും വിഡ്ത്തും ഒരുപാട് വലുതും അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 202 ഗ്രാംസും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു മാസ് കൂടിയൊരു ഫോൺ തന്നെയാണ് ഈ iPhone 8 പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 5.5 ഇഞ്ച് ഡിസ്പ്ലേക്കകത്ത് ഇത്രയും വലിയൊരു ഫോം ഫാക്ടർ വന്നേക്കുന്നതിൻ്റെ കാരണം ഇത്രയും വലിയ ബെസൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസൈനിനകത്ത് അങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കി നോക്കാൻ നേരത്തെ തന്നെ ക്യാമറ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. പക്ഷേ എന്നാലും ഈ ക്യാമറയ്ക്കകത്ത് അങ്ങനെ സ്ക്രാച്ച് വീണിട്ടില്ല. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പക്ഷേ പൊതുവെ എനിക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വലിയ ഹൈപ്പായിട്ട് പറയാൻ തോന്നുന്നില്ല. കാരണം ഈ 2021 ഇതിനെക്കാട്ടി നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരുപാട് ഫോൺസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു 30,000 പ്രൈസ് ബ്രാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ഒരുപാട് നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോൺസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വലിയ ഹൈപ്പായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ IP67 റേറ്റിംഗ് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അതായത് ഈ ഫോണിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതിവിടെ 1 മീറ്റർ 30 മിനിറ്റ്സിലേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ സിമ്മിൻ്റെ കാര്യം പറയാൻ നേരത്തെ നമുക്കിവിടെ ഒരു സിമ്മേ ഉപയോഗിക്കാൻ പറ്റൂ. അത് നാനോ സിം ആയിരിക്കണം. അതോ സിമ്മിനകത്ത് നമുക്ക് LTE സപ്പോർട്ടും 4G സപ്പോർട്ടും വരുന്ന സിം ആവണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. വൈഫൈ വേർഷൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. അങ്ങനെ ഇവിടെ NFC സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിൾ പേ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ ആപ്പിൾ പേ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സെൻസേഴ്സിൻ്റെ കാര്യത്തിനൊന്നും ആപ്പിൾ ഒരു കുഴപ്പം വരുത്തിയിട്ടില്ല. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ iPhone 8 പ്ലസ് 2021 എടുത്ത് പറയുവാണെങ്കിൽ ഇതിൻ്റെ മികവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫോണിനകത്തുള്ള സ്ട്രോങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ, ഡിസ്പ്ലേ, അങ്ങനെ പെർഫോമൻസ് ആണ്. ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് നല്ല ബാറ്ററി ഹെൽത്തുള്ള ഫോൺ കിട്ടുവാണെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഞാൻ പറഞ്ഞില്ല, ബിൽഡ് ക്വാളിറ്റി നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ബാക്ക് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് നമുക്ക് ഡിസൈനകത്ത് അങ്ങനെ വലിയ ഹൈപ്പൊന്നും പറയാനുമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ സ്ട്രോങ് പോയിന്റ് എടുത്ത് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ 2 വർഷത്തേക്കുള്ള ഇനിയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു iPhone 8 പ്ലസ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യൂണിറ്റ്, ഒരുപാട് ഉപയോഗിച്ചിട്ടില്ലാത്ത നല്ലൊരു യൂണിറ്റ് ഒരു 25,000 30,000 പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും iPhone 8 പ്ലസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് ഈ ഒരു പ്രൈസ് പോയിനകത്ത് കമ്പാരിസൺ വരുന്ന വേറെ ഐഫോൺ എന്ന് പറഞ്ഞാൽ iPhone SE 2 ആണ്. നമ്മൾ iPhone SE 2ഉം iPhone 8 പ്ലസും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു iPhone 8 പ്ലസ് യൂണിറ്റ് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആ iPhone 8 പ്ലസ് ആണ് ഈ iPhone SE 2നെ കാട്ടിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone SE 2വിനകത്ത് നമുക്ക് ഡിസ്പ്ലേ കുറച്ചുകൂടെ ചെറുതാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് മോശമാണ്. പിന്നെ പെർഫോമൻസ് ഒക്കെ വലിയ ഹൈപ്പാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇവിടുത്തെ ഈ iPhone 8 പ്ലസിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഈ 2021 അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഡിസ്പ്ലേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും iPhone 8 പ്ലസ് iPhone SE 2നെ കാട്ടിയും പ്രിഫർ ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.